ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ലൈറ്റ് റിവ്യൂസ്. അപ്പോൾ നമ്മുടെ സ്ക്വിഡ് ഗെയിമിൻ്റെ സീസൺ 3 ഇപ്പോൾ റിലീസായിട്ടുണ്ട് നെറ്റ്ഫ്ലിക്സിലൂടെ. സീസൺ 2 നമുക്കറിയാവുന്ന പോലെ തന്നെ അത് സീസൺ 1ൻ്റെ അത്ര കോമ്പീറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റാത്ത ഒരു സീസൺ തന്നെയായിരുന്നു സീസൺ 2. അത്രക്കൊന്നും എല്ലാവർക്കും അതത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ സീസൺ 3യിലേക്ക് വരികയാണെങ്കിൽ സീസൺ 2വിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. സീസൺ 3യിൽ മൊത്തം 6 എപ്പിസോഡുകളാണുള്ളത്. എല്ലാ എപ്പിസോഡും 1 മണിക്കൂർ റൺ ടൈം വരുന്നതാണ്. എന്നാൽ 1 മണിക്കൂർ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഒരു എപ്പിസോഡും തന്നെ അത്ര വലിയ ബോറടിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. എല്ലാം നല്ല എൻഗേജിംഗ് ആയിട്ട് തന്നെ എല്ലാ എപ്പിസോഡുകളും കൊണ്ടുപോയിട്ടുണ്ട്. അവർക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അത് മാത്രം പറഞ്ഞ് ഒരു സ്ഥലത്ത് പോലും എപ്പിസോഡിന്റെ ലെങ്ത് കൂട്ടാൻ വേണ്ടി അനാവശ്യ സീൻസോ അനാവശ്യ ഡയലോഗ്സോ ഒന്നും കൂട്ടിച്ചേർത്തതായിട്ടോ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. എല്ലാ എപ്പിസോഡ്സും അതിന് അവർക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അത് മാത്രം പറഞ്ഞുകൊണ്ട് പ്രേക്ഷകരെ ബോറടിപ്പിക്കാതെ കൊണ്ടുപോയി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സീസൺ 1ഉം സീസൺ 2ഉം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സീസൺ 3 കുറച്ചും കൂടി ഇമോഷണലി കണക്റ്റ് ആവുന്ന ഒരു സീസൺ ആയിട്ടാണ് തോന്നിയത് എനിക്ക്. സീസൺ 3യിൽ എല്ലാ പ്ലേയേഴ്സിന്റെ ഇമോഷൻസും അവർ നല്ല രീതിയിൽ തന്നെ എടുത്തു കാണിക്കുന്നതും അത് നമുക്ക് നല്ല രീതിയിൽ തന്നെ കണക്റ്റ് ആക്കാനും സാധിക്കുന്നുണ്ട്. സീസൺ 3യിലേക്ക് വരുമ്പോൾ ഇതിലെ ഗെയിംസും എനിക്ക് നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആരാണ് അടുത്തതായിട്ട് മരിക്കാൻ പോകുന്നത് എന്നുള്ള നമ്മളൊരു ക്യൂരിയോസിറ്റി നമ്മളുടെ ഉള്ളിലുണ്ടാവും. നമുക്കത് അത്ര പെട്ടെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് എല്ലാ ഗെയിംസും ഒരുക്കിയിട്ടുള്ളത്. പിന്നെ എടുത്തു പറയേണ്ടതാണ് ട്രിപ്പിൾ 2 എന്ന് പറഞ്ഞ ലേഡിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ആ സ്റ്റോറി മുന്നോട്ട് കൊണ്ടുപോയത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. എനിക്ക് നല്ല രീതിയിൽ തന്നെ അത് ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. പിന്നെ ഈ സീസണിൽ 4ഉം 5ഉം എപ്പിസോഡാണ് കുറച്ചും കൂടി ബാക്കിയുള്ള എപ്പിസോഡ്സിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് എനിക്ക്. ആകെ ഈ സീസണിൽ ഒരു മിസ്മാച്ച് ആയിട്ട് ഫീൽ ചെയ്തത് കഴിഞ്ഞ സീസണിൽ ഗെയിം അന്വേഷിച്ച് കുറച്ച് ഓഫീസേഴ്സ് വരുന്നതായി കാണിച്ചല്ലോ. ആ ഓഫീസേഴ്സിന് കുറച്ചും കൂടി ഒരു റോള് കൊടുക്കാമായിരുന്നു എന്ന് തോന്നി. പിന്നെ അവസാനത്തെ ആ ഫൈനൽ ഗെയിമും നല്ല രീതിയിൽ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഗെയിമായിരുന്നു. നല്ല രീതിയിൽ ഒരു ക്യൂരിയോസിറ്റി വർദ്ധിപ്പിക്കുന്ന ഒരു ഗെയിം തന്നെയായിരുന്നു. ആരാണ് അടുത്തതായിട്ട് മരിക്കാൻ പോകുന്നത് എന്നൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ആണ് ആ ഗെയിം ഒരുക്കി വെച്ചിരിക്കുന്നത്. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് ഈ സീസണെ കുറിച്ച് പറയാൻ. സീസൺ 2വിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇനി നിങ്ങൾ ഈ സീരീസ് കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് സീസൺ 3യെ പറ്റി എന്താണ് അഭിപ്രായം എന്ന് വെച്ചാൽ ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ ഇതുപോലുള്ള റിവ്യൂ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക.